ഏത് ഏത് എനിക്ക് വിഷു പായസം ഉണ്ടാക്കി എനിക്ക് വിശക്കുന്നു. എന്നെ കൊണ്ട് പായസക്കിട്ട് മറ്റൊരു വെറുതെ കിടക്കുന്ന എനിക്ക് 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 വാ പായസം ഉണ്ടാക്കി പിന്നെ പായസക്കിട്ട് വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കി പാലട പായസം മെഷീന് പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാം. ഇത് ആക്ച്വലി ഇൻസ്റ്റന്റ് മിക്സ് ആണ് കേട്ടോ. പാല് തിളച്ചിട്ട് പായസം മിക്സ് ഇടുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ പായസമായിട്ട് വരും. അപ്പൊ അതാണിത് അടിപൊളിയായത്. എന്തായാലും യൂസ് ചെയ്യണം. പാല് തിളച്ചിട്ട് നേരെ സാധനം ഇട്ടാൽ മതി. അപ്പം പാലും വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിട്ടിട്ട് നമുക്ക് ലാസ്റ്റ് പായസം. ഇതുണ്ടല്ലോ, ഇതിൽ പഞ്ചാര ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടിട്ട് നമ്മൾ പൊട്ടിച്ച് നോക്കിയേ, പഞ്ചാര തന്നെ ഇത്ര ഉണ്ട്. അപ്പൊ ഇവിടെ പൊതുവെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും മധുരം കുറച്ച് കഴിക്കത്തുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് പഞ്ചാര മാറ്റിയിട്ട് ഈ സാധനം മാത്രം കുറച്ചെടുക്കണം. നമ്മുടെ പാല് തിളച്ച് പിന്നെന്ന് വെച്ചാല് ഈ പഞ്ചാരയിൽ നിന്ന് ഇത് സോർട്ട് ചെയ്യുന്നത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. ഇത് ട്രിക്സ് ആൻഡ് ടിപ്സ്. നാരങ്ങ വീഴുന്ന സാധനത്തിലാണ് ഇത് പഞ്ചാര വെച്ചിട്ട് അപ്പൊ മേളിൽ പാലട മാത്രമായിട്ട് വരും. അതൊന്നിട്ട് നോക്കണം. ഇതിൽ ഭയങ്കര പഞ്ചാര ഇടാം. പഞ്ചാര വേണ്ടവർക്ക് ഇടാം. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അത്രയും മധുരം വേണ്ടതുകൊണ്ടിട്ടാണ് നമ്മൾ പാലട ഈ തിളച്ച പാലിലോട്ട് ഇടുവാണ് കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 25 to 30 minutes വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പാലടയൊക്കെ വെന്ത് വരും. അങ്ങനെ നമ്മുടെ പാല് തിളച്ചോണ്ടിരിക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇട്ടത് ഇത് വണ്ട ഇളക്കാൻ എടുക്കണ പാലട കുഞ്ഞു പീസായതുകൊണ്ട് അടിയിലാണ് കിടക്കുന്നത്. തിളച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കിട്ടും. കുറച്ച് ഇനി കഷണ്ടൊക്കെ ഇടണം. കുറച്ച് ഗീ ഉണ്ട്, ഇതും കൂടെ എടുത്തിടണം. അപ്പൊ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പായസം ഫുൾ ആയിട്ട് കാണാം. പ്രോട്ടീൻ ഉണ്ടാകുന്ന കാര്യത്തിൽ കിസ്മസും അണ്ടിപ്പരിപ്പൊക്കെ കട്ടെടുക്കണം. ഇതിന് മറ്റേ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം വാങ്ങിച്ചതാണ്. അപ്പൊ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. കുറച്ച് ഈ പാലടയൊക്കെ വലുതായിട്ടുണ്ട്. പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് അപ്പൊ കിടലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി വിഷു.